ഞങ്ങൾ രാത്രിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിലോട്ട് ലഗേജ് എല്ലാം കൊണ്ടുവന്നത്. രാവിലെ വന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്തെങ്കിലും അപ്പം തന്നെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ മാഹിപ്പള്ളിയിലൊക്കെ പോയി, മാഹിപ്പള്ളിയിൽ പോയി തിരിച്ച് വന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് വന്നു. നെക്സ്റ്റ് സ്റ്റേ എന്ന പേരിലുള്ള ഒരു ഹോട്ടലാണിത്. പാരഗണിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരമുള്ളൂ പാരഗണിലോട്ട്, അത്ര അടുത്താണ്. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങി നമ്മൾ ഇറങ്ങാൻ നേരത്താണ് കണ്ടത് വണ്ടിയുടെ ടയർ പഞ്ചറായ കാര്യം. അപ്പോൾ നമ്മൾ വീണ്ടും അത് റെഡിയാക്കണ വരെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് പാരഗണി വന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ടും അപ്പവും മട്ടൺ സ്റ്റൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതന്നെ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്താണ് നമ്മുടെ മിഠായി തെരുവൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഈ പാരഗണിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു കടയുണ്ട്. അതിൻ്റെ പേര് കുമാരി എന്ന് പറഞ്ഞിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നൊരു കടയാണ്, ഫേമസ് ആയിട്ടുള്ള കടയാണ്. അപ്പോൾ നമുക്ക് ചിപ്സ് ഉണ്ടാക്കുന്നത് ലൈവായിട്ട് കാണാൻ പറ്റും. ഒരാൾ അതിൻ്റെ തൊലി പൊളിക്കുന്നുണ്ട്, ഒരാൾ കഴുകുന്നുണ്ട്, ഒരാൾ ചിപ്സ് വറക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ കടയിൽ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അത് കഴുകുന്നതൊക്കെ നന്നായിട്ട് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യമൊക്കെ കഴുകുന്നതും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മിഠായി തെരുവിലോട്ട് പോയി. നടന്നാണ് പോയത്. അവിടെ നിന്ന് മിഠായി തെരുവിലോട്ട് പോണ വഴിക്ക് നമ്മുടെ വന്ദേ ഭാരതൊക്കെ കണ്ടു. ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങൾ ഒത്തിരി കറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് 2-3 കടകളിലൊക്കെ കയറി. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഷൂസാണ്, ചെരുപ്പുകളുടെ കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി 2-3 ചെരുപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ശങ്കരൻ ബേക്കറി. കോഴിക്കോട് മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാതെ വരുന്നവരുണ്ടാവില്ലെന്ന് തോന്നുന്നു. നമ്മൾ തന്നെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇത്. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു കടയാണ്, ഒരു പ്രത്യേകതകളോ അങ്ങനെ ഒന്നുമില്ലാത്ത സാധാരണ ഒരു കുഞ്ഞൊരു കട. പക്ഷെ അത് ഭയങ്കര ഫേമസ് ആണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ സെക്ഷനിൽ അലുവകൾ കാണാം. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അലുവ, കോഴിക്കോട്ട് വന്ന ആരാണെങ്കിലും ഇവിടെ നിന്നായിരിക്കും കൂടുതലും കാലിക്കട്ട് അലുവ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ ആയിരിക്കും. നല്ല അലുവയാണ്. അതുകൂടാതെ തന്നെ കുറേ ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് പോലെ കുറേ പഴമ തോന്നിയ തരത്തിലുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കുറേയൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങി അടിച്ചു. പിന്നെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാവും, ഈ മിഠായി തെരുവിനകത്ത് വാളിൽ ആർട്ട് ചെയ്തത്, ചുമരിൽ ആർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം.